നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളക്കര കാത്തിരുന്ന ഒരു നിർണായക വിധിയായിരുന്നു ഇന്നലെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി തള്ളുകയും ചെയ്തു. SFIO അന്വേഷണം തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള വീണ വിജയന്റെ ഹർജിയിൽ ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് എക്സാലോജിക് ചോദ്യം ചെയ്തത്. എന്നാൽ CMRL നിന്ന് 1.72 കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റത്തിന് തെളിവുണ്ടെന്നും ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും SFIO വാദിക്കുകയും ചെയ്തു. മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ SFIO നീക്കം നടത്തുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. ബംഗളൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് എക്സാലോജിക് CMRL ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് അന്വേഷണം SFIOയ്ക്ക് കൈമാറി. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഇനിയുള്ള നടപടികൾ നിർണായകം തന്നെയാണ്. ഇനി സർക്കാരും വീണയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയും ചെയ്യും. വീണയെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാകും. എക്സാലോജിക്കിലേക്കാണ് ഇനി അന്വേഷണം നടക്കുക. അന്വേഷണം പൂർത്തിയാകും മുമ്പ് മന്ത്രി കസേര തെറിക്കുമോ എന്നതും നിർണായകമാണ്. അന്വേഷണം പൂർത്തിയാക്കും മുമ്പ് പിണറായിയുടെയും മുഖ്യമന്ത്രി പദവും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മന്ത്രി കസേരയും തെറിക്കുമോ എന്നതും നിർണായകമാണ്. വീണയ്ക്കെതിരെ അന്വേഷണം തുടരണമെന്ന വിധി വന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM കടുത്ത സമ്മർദ്ദത്തിലാവുകയാണ്. SFIO പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിക്കുന്നുവെന്നതാണ് ഈ വിധിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFIOയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു എക്സാലോജിക്കിന്റെ വാദം. എന്നാൽ SFIOയ്ക്ക് അന്വേഷിക്കാൻ മാത്രം സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ള കേസാണിതെന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം സ്റ്റേ ചെയ്യാതെ തുടരാമെന്ന് കോടതി വിധി പറഞ്ഞതും. ഏതായാലും ഈ വിധി ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയി ഇരുന്ന് വാങ്ങിയതാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ വിധി പ്രകാരം വലിയ പ്രതിസന്ധിയിൽ തന്നെ വീണ വിജയൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അന്വേഷണം വീണയിലേക്കും എക്സാലോജിക്കിലേക്കും തന്നെയാണ് എത്തുക. നേരത്തെ മറ്റ് ഏജൻസികളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക മാത്രമായിരുന്നു. ഇനി അന്വേഷണം എക്സാലോജിക്കിലേക്കും വീണ വിജയനിലേക്കും എത്തുമ്പോൾ വളരെ വിശദമായ അന്വേഷണം, ചോദ്യം ചെയ്യൽ എന്നിവയുണ്ടാകും. ഏതായാലും വീണ വിജയൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുപ്രീം കോടതി നടപടികളിലും ഇതുതന്നെയാകും തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായും വ്യക്തമായും തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോകുമ്പോൾ ഇനി ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് വീണ എത്തിയാലും വിധി മറ്റൊന്നാകില്ല. ഏതായാലും വീണ വിജയന്റെ അറസ്റ്റും ബാക്കിയുള്ള നിയമ നടപടികളും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 മാസമാണ് അന്വേഷണത്തിന്റെ കാലാവധി. ഏതാണ്ട് 1 മാസത്തോളം അന്വേഷണം ആകാൻ പോകുന്ന ഈ ഘട്ടത്തിൽ അടുത്തത് വീണ വിജയനും എക്സാലോജിക്കിലേക്കും അന്വേഷണം എത്തുന്നു. വീണയുടെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.